ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാറിനെ തള്ളി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. CPI-CPM ബന്ധം സഹോദര തുല്യമെന്നും അതിനെ എതിർക്കുന്ന പ്രസ്താവനകൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിനോയ് വിശ്വത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ല. പ്രസംഗത്തിനിടയിലെ ആവേശം കൊണ്ട് പറഞ്ഞതാകാമെന്നും അജയ്കുമാർ തന്റെ നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. CPM ബന്ധമെന്ന് പറയുന്നത് സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് ഇടിവ് വരുത്തുന്ന ഒരു പ്രസ്താവനയും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. ഏത് സന്ദർഭത്തിലാണെങ്കിലും അത്തരം പ്രസ്താവന ആരുടെ ഭാഗത്ത് വന്നാലും അത് പാർട്ടി തള്ളിക്കളയുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് വിനോയ് വിശ്വം. അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെയെല്ലാം അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പോലും അങ്ങനത്തെ ഒരു മനസ്സ് രൂപപ്പെടാൻ പാടില്ല. അത് തെറ്റായ രീതിയാണ് വന്നിട്ടുള്ളത്. അതൊരിക്കലും CPMനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാറിനെ പൂർണ്ണമായും തള്ളുകയാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്? എന്തൊക്കെ സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്? രാഖി, തീർച്ചയായിട്ടും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എസ് അജയ്കുമാറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MP-യുമായ എസ് അജയ്കുമാർ പാലക്കാട് മണ്ണൂരിൽ ഒരു പരിപാടിയിൽ പ്രസംഗിക്കവേ ബിനോയ് വിശ്വം ഒരു നാലാംകിട നേതാവാണ് എന്ന തരത്തിൽ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്. മാത്രമല്ല CPIക്ക് നേരെ വലിയ രൂക്ഷ വിമർശനമായിരുന്നു. 4 ആളുള്ളിടത്ത് 5 പേര് സീറ്റ് ചോദിക്കും. കേവലം 5% മാത്രം വോട്ടുള്ള CPIക്ക് ഒരിടത്തും ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാൻ പോലും കെൽപ്പില്ലാത്ത ആളുകളാണ് തുടങ്ങി വലിയ രീതിയിൽ CPIനെയും അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെയും വിമർശിച്ചുകൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടുമുള്ള ഒരു പ്രസംഗമായിരുന്നു എസ് അജയ്കുമാർ നടത്തിയത്. ഏതായാലും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒപ്പം CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സുമലത ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയും ഈ അജയ്കുമാറിനെ മാനസിക വിഭ്രാന്തിയാണെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ CPM ജില്ലാ സെക്രട്ടറി വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴേതായാലും CPM ജില്ലാ സെക്രട്ടറി കൂടി വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നു. അതിൽ CPIയെ പിന്തുണച്ചുകൊണ്ട് CPIയും CPMും തമ്മിൽ സഹോദര തുല്യമായ ബന്ധമാണെന്നും ബിനോയ് വിശ്വത്തെ പോലെ ഒരാളെ അറിയാതെ പോലും ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നുൾപ്പെടെയാണ് സുരേഷ് ബാബു പറയുന്നത്. ഒപ്പം തന്നെ സുരേഷ് ബാബു ഈ അജയ്കുമാറിനോട് ഈ തെറ്റ് തിരുത്തണമെന്നുൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മുൻ MP കൂടെയായ അജയ്കുമാറിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു പ്രതികരണമാണ് സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അരുൺ, അതുപോലെ തന്നെ ഇവരുടെ എല്ലാം ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പരസ്പരമുള്ള പടലപ്പിണക്കങ്ങൾ എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അതായത് പ്രചാരണം തുടങ്ങിയിട്ടില്ല, അതിനു മുൻപേ പാളി എന്ന് വേണ്ടേ ഇവർക്കിടയിലെ ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കാനിരിക്കുകയാണ്. മുന്നണികളൊക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരുക്കങ്ങളിലൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് CPMും CPIയും തമ്മിലുള്ള ഈ പോര് പാലക്കാട് രൂക്ഷമായത്. ആ പോരിന് ഏതായാലും ഇപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ തള്ളിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഈ ഒരു അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ അത് തിരിച്ചടിയാവുമെന്നുള്ള കണക്കുകൂട്ടൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും CPIയും കഴിഞ്ഞ ദിവസം CPIയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ വലിയ വിമർശനവുമായിട്ടായിരുന്നു എസ് അജയ്കുമാറിനെതിരെ രംഗത്ത് വന്നത്. മാത്രമല്ല CPI ആണെങ്കിൽ ഇടതുമുന്നണി യോഗത്തിൽ വിഷയം ഉന്നയിക്കുമെന്നുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടാൻ CPI ഒരുങ്ങുന്നതിനിടെയാണ് CPM ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള അവരുടെ ചൂടുമാറ്റം എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ. ശരി അരുൺ, എന്തായാലും
പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാറിനെ തള്ളി ഇപ്പോൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും രംഗത്ത് എത്തി എന്നുള്ളതാണ്. CPI-CPM ബന്ധം സഹോദരതുല്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ എതിർക്കുന്ന പ്രസ്താവനകൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ബിനോയ് വിശ്വത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രസംഗത്തിനിടയിലെ ആവേശം കൊണ്ട് പറഞ്ഞതാകാമെന്നാണ് ന്യായീകരണം. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.